നോളജ് ഫാക്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2025 ഫോഴ്സ് എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ കേരള PSC കുറച്ചായിട്ട് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യം പറയാനുള്ളത് നമ്മുടെ പോലീസിന്റെ എന്ന് പറയുമ്പോൾ CPO ഡ്രൈവർ അതുപോലെ തന്നെ WCPO ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ആദ്യം നിലവിൽ വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ 427/2024 എന്ന് പറഞ്ഞിട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വിമൻ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ CPO ഡ്രൈവർ അല്ലെങ്കിൽ WCPO ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ പറയുന്ന CPO ഡ്രൈവർ അല്ലെങ്കിൽ WCPO ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻസ് അതിനകത്തുള്ള ഏജ് ലിമിറ്റ് എത്രയാണ്, ആർക്കൊക്കെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും, ക്വാളിഫിക്കേഷൻ എന്താണ്, അതിന്റെ സിലബസ് എങ്ങനെയാണ് വരുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പോലീസ് ഡ്രൈവർ മാത്രമല്ല, നമ്മുടെ എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം കേരള PSC നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാനായിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിന്റെ കേസാണ്. അപ്പോൾ ഡ്രൈവറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു, കാറ്റഗറി നമ്പർ 427/2024 ആണ് കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ കാറ്റഗറി നമ്പർ PSCയിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇത് സാലറി സ്കെയിൽ വരുന്ന 31,000 മുതൽ 66,000 വരെ വരുന്ന സാലറി സ്കെയിലാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഒരു കാര്യം ഓൾറെഡി പറയട്ടെ, ഇതിന്റെ ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ പ്രായപരിധി എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് നമ്മുടെ ഈ പറയുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാറ്റഗറി വൈസ് ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ജനറൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 28 വരെയാണ് ജനറൽ ഏജ് ലിമിറ്റ്. ഇതിനകത്ത് പറയുന്ന വയസ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു കാര്യം ഏജ് ലിമിറ്റിന്റെ കാര്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പറയുന്ന CPO ഡ്രൈവർ അല്ലെങ്കിൽ WCPO ഡ്രൈവറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് 2/1/1996 അതുപോലെ തന്നെ 1/1/2004 ഇടയിൽ ജനിച്ചവർക്കാണ് എന്ത് ചെയ്യാൻ കഴിയുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ the upper age limit shall be relaxed up to 31 years for the candidate. കണ്ടല്ലോ, OBC കാൻഡിഡേറ്റ്സിന് 31 വയസ്സ് വരെയും അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനാണ് എന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 33 വയസ്സ് വരെയാണ് ഈ പറയുന്ന CPO WCPO ഡ്രൈവറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിലവിൽ കഴിയുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കേസിലാണ്. അപ്പൊ നമുക്കറിയാം, ഈ പറയുന്ന +2 ലെവൽ ജോലി ഇല്ല എന്ന് പറയുന്നത് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആണ്, അല്ലെങ്കിൽ +2 ലെവലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് ലൈസൻസ് ഉണ്ടാവണം എന്നുള്ള കേസാണ്. ലൈസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് വേണം, അതുപോലെ തന്നെ നമ്മുടെ ഹെവി ലൈസൻസ് വേണം, വിത്ത് ബാഡ്ജ് ആണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഹെവി ലൈസൻസ് വിത്ത് ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് കഴിയുക, ഈ പറയുന്ന ഡ്രൈവർ എക്സാംസിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന CPO WCPO ഡ്രൈവറിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഹൈറ്റ് എത്ര വേണം, 168 സെന്റിമീറ്റർ ആണ് നമ്മുടെ മെയിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടത്, 157 സെന്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ഐ വിഷൻ കറക്റ്റ് ആയിരിക്കണം, കണ്ണിന്റെ കാര്യമൊക്കെ കറക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ CPO WCPO ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ക്വാളിഫിക്കേഷൻസും അതുപോലെ തന്നെ ബാക്കി ഏജ് ലിമിറ്റും ഒക്കെ ഓക്കെ ആയവർക്ക് ഇപ്പോൾ മുതൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന CPO അല്ലെങ്കിൽ WCPO ഡ്രൈവർ എക്സാംസിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന CPO WCPO ഡ്രൈവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ബാച്ചിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന CPO അതുപോലെ തന്നെ WCPO ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡ്രൈവർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
നമ്മുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 700 രൂപയാണ് നമ്മുടെ ഈ പറയുന്ന CPO WCPO ഡ്രൈവർ ബാച്ചിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ട്സും അവൈലബിൾ ആയിരിക്കും. പോലീസ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും നോട്ട്സുകളും അവൈലബിൾ ആയിരിക്കും. അതിന്റെ വീഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും, ഓഡിയോ ക്ലാസ്സുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ PDF നോട്ടുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇത്രയും ഉൾപ്പെടുന്ന ഒരു പാക്കേജ് ആണ് ഈ പറയുന്ന 700 രൂപയുടെ ഈ പറയുന്ന ഡ്രൈവർ പാക്കേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ പറയുന്ന ഡ്രൈവർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 9996169272 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഗൂഗിൾ പേയിൽ പേയ്മെന്റ് ചെയ്ത ശേഷം ഏതെങ്കിലും മുഖാന്തരം നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സപ്പിൽ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിലബസ് ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്ന സിലബസ് നിങ്ങൾക്കറിയാം, നമ്മുടെ ജനറൽ GK വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ജനറൽ GK വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന സിലബസിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ സിലബസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും 50-50 എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും 50 മാർക്ക് എന്ന് പറയുന്ന GKക്കും ബാക്കി വരുന്ന 50 മാർക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, സ്പെഷ്യൽ ടോപ്പിക് തസ്തികയുമായി അല്ലെങ്കിൽ തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവും. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതും ഡ്രൈവിംഗുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ 30 മാർക്കിനുണ്ടാവും. അങ്ങനെ 20+30 50 മാർക്കിനാണ് നിങ്ങൾക്ക് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന 50 മാർക്ക് നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി ചെയ്തു തരാം. അപ്പൊ എന്തായാലും നിങ്ങൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ആണ് കേട്ടോ. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം പറയുന്നത്, ഇതിൽ OBC കാൻഡിഡേറ്റ്സിന് മാത്രമേ നിലവിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും 2025 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, ജനറൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അപ്പൊ നിലവിൽ വന്നിട്ടുള്ളത് 455/2024 എന്ന് പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ തന്നെ ഈ പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുമ്പോൾ OBCക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. 19 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. 2/1/1990 1/1/2005 മധ്യേ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അതുപോലെ തന്നെ ഇതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, +2 ലെവലാണ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിൽ OBC കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. ഓൺലി ഫ്രം ദ മെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു OBC കമ്മ്യൂണിറ്റി. OBC കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ള എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 165 സെന്റിമീറ്റർ 81 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഇത് വരുന്നത്. 160 മെയിൽ കാൻഡിഡേറ്റ്സിനാണ് 165 സെന്റിമീറ്റർ ഹൈറ്റും 81 സെന്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷനുമാണ് ഇതിനകത്ത് വേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിലവിൽ വന്നിട്ടുള്ള NCA നോട്ടിഫിക്കേഷൻ ആണ്. ഇത് NCA നോട്ടിഫിക്കേഷൻ ഏതിന്റെ ആണെന്ന് ചോദിച്ചാൽ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ ആണ് കേട്ടോ. എക്സൈസ് ഇൻസ്പെക്ടറിന്റെ NCA നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഫോർ SIUC നാടാർ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി, അങ്ങനെ വരുന്ന നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറിയുടെ ആണ്. പക്ഷേ ഫോഴ്സ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തു വരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഈ പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിലും നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റഗറി നമ്പർ 443/2024, 445/2024 ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നല്ല പേ സ്കെയിൽ ഉള്ളതാണ്. നിങ്ങൾക്കറിയാം 43,000 മുതൽ 91,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണിത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SIUC നാടാറിനാണെങ്കിൽ 19-34, അതുപോലെ തന്നെ SC/ST ആണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ 19-36 വരെയാണ് ഈ പറയുന്ന എക്സൈസ് ഇൻസ്പെക്ടറിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ക്വാളിഫിക്കേഷൻസിന്റെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഡിഗ്രി ലെവലാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അല്ലെ. ഡിഗ്രി ലെവലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻസിനും കാര്യങ്ങളൊക്കെ വരിക. കാര്യം എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ്. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ മെയിൽ കാൻഡിഡേറ്റ്സിന്റെയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെയും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ആണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന കേരള ഫിനാൻസ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് അതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 432/2024.
പേ സ്കെയില് 15,000 മുതൽ 33,000 വരെയാണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇതിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ഇതിനകത്ത് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 2/1/1998 1/1/2006 മധ്യയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക കേട്ടോ. അതുപോലെ തന്നെ OBCക്കും SC/ST കാൻഡിഡേറ്റ്സിനും അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷന്റെ കേസ് പറയുമ്പോഴത്തേക്കും BCom ആണ് നമുക്ക് വേണ്ടത്. BCom 60% മാർക്കിൽ കൂടുതൽ നമുക്ക് എന്ത് വേണം, ഡിഗ്രിയിൽ BCom ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ക്വാളിഫിക്കേഷൻ BCom ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് വന്നിട്ടുള്ളത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആണ്. കാറ്റഗറി നമ്പറും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ ആണ്. ഇത് ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ ആണെങ്കിലും ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാര്യം ഇത് ഈ ഫയർമാൻ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് കേരള കേര കർഷക സഹകരണ ഫെഡറേഷന്റെ കേര കർഷക സഹകരണ ഫെഡറേഷന്റെ ഫയർമാൻ ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പേ ഓഫ് സ്കെയിൽ വരുന്നത് 16,000 മുതൽ 35,000 ആണ്. 35,000 ആണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻസിന്റെ കാര്യത്തിലും ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1984 1/1/2006 മധ്യമുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്ത് 10th ലെവലാണ് ക്വാളിഫിക്കേഷൻ വരിക. നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഫയർമാൻ്റെ അല്ല, അത് December 16 വരും കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് നമ്മുടെ പത്രസമ്മേളനത്തിൽ PSC പറഞ്ഞതാണ്. December 16 ഫയർമാന്റെയും ഫയർമാൻ ഡ്രൈവറിന്റെയും ഫയർ വുമൺ അതുപോലെ തന്നെ ഡ്രൈവർ നോട്ടിഫിക്കേഷൻ December 16 ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും +2 ലെവൽ ക്വാളിഫിക്കേഷൻ ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ വരെ. ഇത് നമ്മുടെ SSLC ലെവലാണ്. മാത്രമല്ല നമുക്ക് ഇതിനകത്ത് NTC അല്ലെങ്കിൽ NAC ബോയിലർ ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ കൂടി ഇതിനകത്ത് വേണമെന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ജോലിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിരിക്കണം. അപ്പൊ എന്തായാലും ഫയർമാന്റെ നോട്ടിഫിക്കേഷൻ December 16 ഫയർമാൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഫയർമാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫയർഫോഴ്സിലേക്കുള്ള ഡ്രൈവർ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഫയർഫോഴ്സ് ഡ്രൈവറിലേക്കുള്ള ബാച്ച് നമ്മൾ റീസെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ December ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നാൽ നെക്സ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഡ്രൈവറിന്റെ ബാച്ചിന്റെ ക്ലാസ്സുകൾ തിങ്കളാഴ്ച മുതൽ എന്ന് പറഞ്ഞാൽ നാളെ മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഫയർഫോഴ്സ് ഡ്രൈവറിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പേയ്മെന്റ് 400 രൂപയാണ്. സെയിം മെത്തേഡാണ്, നേരത്തെ പറഞ്ഞ പേയ്മെന്റ് നമ്പർ തന്നെയാണ്. ഈ ബാച്ചിനകത്ത് വരിക ഫയർഫോഴ്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ, PDF നോട്ട്സുകൾ, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, കൂടാതെ കോംപ്ലിമെന്ററി ആയിട്ട് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും നോട്ട്സും കൂടി ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ച്, അത് നിങ്ങൾക്കറിയാം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്. 2025 നടക്കാനായിട്ട് പോകുന്ന ഫോഴ്സ് എക്സാംസ് ആയിട്ടുള്ള നമ്മുടെ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഇപ്പോൾ ഉണ്ടാവത്തില്ല. പക്ഷെ ഈ പറയുന്ന ബീറ്റ് ഫോറസ്റ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഈ പറയുന്ന എല്ലാ ബാച്ചുകളുടെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതിന്റെ ക്ലാസ്സുകൾ, നോട്ട്സ്, അതിന്റെ PDF മെറ്റീരിയൽസ്, മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ്. അപ്പോൾ പേയ്മെന്റ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇത് 999 രൂപയാണ് പേയ്മെന്റ്. അതുപോലെ തന്നെ CPO, WCPO നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന December, Januaryയോടുകൂടി CPOയുടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. CPOയുടെ ബാച്ച് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫയർവുമന്റെ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ബാച്ചുകൾ ഇതെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫയർവുമനിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ എക്സൈസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ബാച്ചുകളാണ് നമുക്കിപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റും നമ്മളിപ്പോൾ ഓൾറെഡി ഗോയിങ് ആണ്. അപ്പോൾ അതിന്റെ അഡ്മിഷൻസ് നടക്കുന്നുണ്ട് ബീറ്റ് ഫോറസ്റ്റിൻ്റെത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ ഉണ്ടല്ലോ, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, 9961169272 ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല. വാട്സപ്പിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ചെയ്യുക, ഏത് ബാച്ചാണ് ആവശ്യം എന്നുള്ള കാര്യം മെസ്സേജ് ചെയ്യുക. അപ്പൊ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് നിലവിൽ വന്നിട്ടുള്ളത്. നമ്മുടെ CPO, WCPO നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ക്ലാസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫയർമാന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. പക്ഷെ ഫയർമാൻ വിളിച്ചിട്ടുണ്ട്, എക്സൈസ് വിളിച്ചിട്ടുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന റാങ്ക് ലിസ്റ്റിലേക്ക് മുന്നോട്ട് വരിക അല്ലെങ്കിൽ ജോലി വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യം അല്ലെ. അപ്പോൾ അതിലേക്കുള്ള എല്ലാ സപ്പോർട്ടും എന്റെ ഭാഗത്തു നിന്നും എന്റെ ചാനലിന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ചാനലും അതുപോലെ തന്നെ ഈ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻസിന്റെ ഒക്കെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെലഗ്രാം എടുത്ത ശേഷം അതിനകത്ത് KFPSC അല്ലെങ്കിൽ നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പോൾ KFPSC നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യുക. നോട്ടിഫിക്കേഷൻസും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും അപ്ഡേറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.